ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൊറിവണം അഥവാ കൊടിത്തൂവ കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് പരിപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ശരീരത്തിലെ രക്തശുദ്ധി വരുത്താനായിട്ടൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഔഷധമാണിത്. പക്ഷേ ഇതിനൊരു ചൊറിച്ചിലുള്ളത് കൊണ്ട് തന്നെ പലരും ഇത് പേടിച്ചിട്ട് ഉപയോഗിക്കാറില്ല. ഇത് പറിക്കുന്ന സമയത്ത് മാത്രമേ ഇതിനൊരു ചൊറിച്ചിൽ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും മാറും. അപ്പൊ പലരും ഇത് ഉപയോഗിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ചൊറിച്ചിലാണ്. അപ്പൊ ഇനി മുതൽ നിങ്ങളിത് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ചൊറിവെണ്ണമല്ല അഥവാ കൊടിത്തൂവയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറുന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഇന്ന് ഞാനിത് പരിപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇട്ട് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പറിക്കുന്ന സമയത്ത് മാത്രമേ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ അത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് യാതൊരുവിധ ചൊറിച്ചിലും ഇല്ല. അപ്പം ഞാനിത് പരിപ്പിലോട്ട് ഇട്ടിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ കുറച്ച് പരിപ്പിലോട്ട് ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചൊറിവണത്തിൻ്റെ ഇലയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഒരുപാട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. കാരണം ബാക്കി ഇത് കറിയിൽ കിടന്ന് വേവുന്നതാണ്. അപ്പം ഞാനത് ചെറുതായിട്ട് വാട്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കൊടിത്തൂവയുടെ ഇലയിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ലതുപോലെ വാടി കിട്ടും. നിങ്ങളിത് വാട്ടിയെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയായിട്ടാണ് ഇതിപ്പോൾ ഞാൻ വാട്ടിയെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വാട്ടാതെ തന്നെ നേരിട്ട് ഈ പരിപ്പിലോട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഇപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 സെക്കൻഡ് അത്രേ വേണ്ടൂ. അതിനുള്ളിൽ ഇത് വാടി കിട്ടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനൊരു 15 സെക്കൻഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടും. ഇപ്പം കണ്ടില്ലേ? ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇപ്പൊ ഈ പരിപ്പ് ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ 1/4 വേവാവുന്ന സമയത്താണ് നമ്മൾ ഈ കൊടിത്തൂവ വാട്ടിയത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർക്കില്ലേ, ആ ഒരു സമയം കൂടി ആകുമ്പോൾ ഇതിന്റെ വേവ് കറക്റ്റ് ആയിക്കോളും. അപ്പൊ ഇനി നമുക്ക് ഈ ഇല വാട്ടിയത് ഈ പരിപ്പിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇല ഇതിനകത്തോട്ട് കിടന്ന് ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പരിപ്പ് എടുത്ത പാത്രത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ അധികം തേങ്ങ എടുത്താൽ മതിയാവും. ഇപ്പൊ ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പരിപ്പ് എന്തായി നോക്കാം. ഇപ്പൊ പരിപ്പും ഇലയും കൂടി നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല, അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് നേരം തിളപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ കറി വേറെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോകും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത്രേ തിളയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ ഇത് വറവിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ. ഇനി അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3-4 ചുവന്ന മുളകും. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് അല്പം കടുകും കൂടി ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പൊ കടുക് നല്ലോണം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക.
ഈ ചെറിയ ഉള്ളിക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് മൂക്കാതെ പാകത്തിന് വേണം ചെയ്യാനായിട്ട്. ഇനി എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും മൂക്കാൻ പാടുള്ളൂ. അപ്പം ഇത് ശരിക്കും നമ്മൾ പരിപ്പും ചീരയൊക്കെ കറി വെക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. നല്ലതുപോലെ വളരെ ഹെൽത്തി കൂടിയാണിത്. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അങ്ങനെ അടച്ചു വയ്ക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.